വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മീ അൽതാഫ് ഫ്രം കറൻസി പിപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3 പേഴ്സാണ്: യൂറോ, GBP, ഗോൾഡ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോ യൂസ്റ്റ് ആണ്. യൂറോ യൂസ്റ്റിൽ മന്ത്ലിയിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ തന്നെ സെയിം വ്യൂ ആണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് വീക്ക്ലിയാണ്. വീക്ക്ലി വരുമ്പോൾ നമുക്ക് വീക്ക്ലിയുടെ ഒരു സപ്ലൈ സോണിലാണ് നിൽക്കുന്നത്. സപ്ലൈ സോണിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് നോക്കുക. കറക്റ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞ വീക്കിൽ നമുക്ക് സിംഗിൾ ക്യാൻ ലോബി കിട്ടിയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത് ഇവിടുന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് അടിയിലോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വീക്ക്ലിൻ്റെ സപ്ലൈ സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിലവിൽ. ഇപ്പോൾ നമുക്ക് ഡെയിലിയിൽ നോക്കാം. ഡെയിലിയിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലിയിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് 4 ഹവറിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. 4 ഹവറിലോട്ട് കണ്ടു. 4 ഹവറിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഡെയിലിയുടെ സപ്ലൈ സോണിലെ ടാപ്പ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് മുകളിലൊരു 4 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ സെല്ല് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ GBP നോക്കുകയാണെങ്കിൽ GBPയുടെ വീക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഇവിടുന്ന് സിംഗിൾ ക്യാൻ ലോബി കിട്ടിയിട്ടില്ല. പ്രീവിയസ് ആയിട്ടുള്ള ഇവിടെ നിലവിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇവിടുന്ന് ബോഡി ബ്രേക്ക് വരാതെയാണ് ക്ലോസ് ചെയ്തത്. വിക്ക് ബ്രേക്കാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൺഫർമേഷൻ ഇല്ല സെല്ല് നോക്കാൻ നമുക്ക് നോക്കാം ഡെയിലിയിൽ എന്താ തരുന്നത്. ഡെയിലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലിയിൽ ഇവിടെ ഒരു IDM സോണാണ്. IDMൻ്റെ അടിയിലൊരു സപ്ലൈ ഡിമാൻഡ് സോൺ ഉണ്ട്. ഈ ഡിമാൻഡ് സോണാണ് റെസ്പെക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് 4 ഹവറിലോട്ട് നോക്കാം. 4 ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് കാർട്ട് ഇവിടുന്ന് ഒരു IDM കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സെൽ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി ഓൾറെഡി തന്നിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഇവിടുന്ന് കൺഫർമേഷൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. അതേപോലെ ഗോൾഡിൻ്റെ വീക്കിലിട്ട് വന്നു കഴിഞ്ഞാൽ മന്ത്ലിയുടെ ചാർട്ടൊക്കെ നമുക്ക് സെയിം വ്യൂ തന്നെ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ വരുന്നു. ഗോൾഡിൻ്റെ നമുക്ക് ഒരു വീക്കിൽ വന്നു കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇവിടെ കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ സിംഗിൾ ക്യാൻ ലോബിയാണ്. ഇവിടുന്ന് മാർക്കറ്റ് വന്ന് കളക്ട് ചെയ്തിട്ട് അടിയിലോട്ട് പോകാനും ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം. ഡെയിലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡെയിലിയിൽ എന്ത് ചെയ്യും, നമുക്ക് കഴിഞ്ഞ വീക്ക് പറഞ്ഞിരുന്നു ഇവിടെ ഈ ഒരു വിക്കിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് സെല്ലിൽ നോക്കാവുന്നതാണ്. കഴിഞ്ഞ വീക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് മേലോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയക്ക് വന്നിട്ട് ടാപ്പായിട്ട് അടിയിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം ലോവർ ടൈം ഫ്രെയിമിൽ എന്താ വ്യൂ നോക്കാം. 4 ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ 4 ഹവറിൻ്റെ IDM ഉണ്ടായിരുന്നു. IDM എടുത്തിട്ട് നേരെ ഈ ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെല്ല് നോക്കാൻ പറഞ്ഞിരുന്നു. ഇവിടുന്ന് ഒരു ഡെയിലിയുടെ സപ്ലൈ സോണിൽ ടാപ്പ് ചെയ്തിട്ട് അടിയിലോട്ട് വന്ന് 4 ഹവറിൻ്റെ സോൺ കൂടി ഉണ്ട് മേലെ. നമുക്ക് നോക്കാം. ഇവിടെ നിന്നിട്ട് ഇവിടെ ഈ ഒരു 4 ഹവറിൻ്റെ ഡിമാൻഡ് സോൺ ഫെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലിപ്പ് ഏരിയയാണ്. അതായത് ഈ ഡിമാൻഡ് സോൺ ഫെയിലാക്കാൻ കാരണം ഈ ഒരു സപ്ലൈ സോണാണ്. ഈ സപ്ലൈ സോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കാൻ പോകുന്ന ഈ 3 പേഴ്സാണ്: യൂറോ, GBP, ഗോൾഡ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് സോൺ സപ്ലൈ സോണിൽ എൻട്രി എടുക്കുമ്പോൾ നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.